ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സന്തോഷ് വർക്കയാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഒരു ആരോപണങ്ങളൊക്കെ കേട്ടായിരുന്നു, ഞാനൊരു ന്യൂസ് എല്ലാം കണ്ടായിരുന്നു, ഒരു പീഡന പരാതി എന്ന രീതിയിൽ. അപ്പം അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് ഒരു മീഡിയയുടെ മുമ്പിൽ വരുന്ന ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. അവരുടെ പേരെല്ലാം കേൾക്കുന്ന അപ്പോഴാണ്. എനിക്ക് അവരുടെ ഫോൺ നമ്പർ ഇല്ല. ഫേസ്ബുക്കിലോ യൂട്യൂബിലൊന്നും ഞാനൊന്നും മെസ്സേജ് അയച്ചിട്ടില്ല. എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല. അപ്പോൾ ശരിക്കും അതൊരു ഫേക്ക് പരാതി. യൂസ്റ്റിസ് സൈക്കോണി ചാനലിൽ ഇവരുടെ വേറെയുള്ള കേസിൽ പറയാനുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളായിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിവിൻ പോളിയുടെ പേരിലുള്ള കേസൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുക. രണ്ട്, ഈ മീഡിയക്കാർ പല ചാനലുകാർ ഇട്ടല്ലോ. ഇനിയിപ്പോൾ നമ്മളുടെ ഇന്നസെൻസ് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഇതാരും അറിയില്ല, നമ്മളുടെ പേരാണ് പോകുന്നത്. എന്തിനാണ് ഇനിയിപ്പോൾ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നുണ്ട്, മാനസിക കേസ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആർക്കെതിരെ എന്തും ചെയ്യാം. എന്നാൽ ഇതിൻ്റെ വലിയ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കൊരു ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു, ഇങ്ങനെ ഒളിവിൽ പോയി എന്നൊക്കെ. ഒളിവിൽ പോയി, ജാമ്യത്തിനായിട്ട് ഒളിവിൽ പോയി. അതിൻ്റെ അഡ്വക്കേറ്റ് കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ലൈക്ക് ഒരു ഫേക്ക് കേസ്. ഇതിപ്പോൾ ആർക്കെതിരെ എന്ത് കേസ് വേണമെങ്കിൽ കൊടുക്കാം, തെളിയിക്കണം പിന്നീടാണ്. നമ്മളുടെ ഒരു നമ്മുടെ ഇമേജാണ് പോകുന്നത്. അതൊരു ഇപ്പോൾ നമ്പിനാരായണ വക്കീലാണ് പണ്ട് ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട്. ഇത് നഷ്ടം ആ വ്യക്തികൾക്കാണ്. അപ്പോൾ ശരിക്കും എന്തെങ്കിലും ചെയ്തിട്ടാണ് കുഴപ്പമില്ല. ഇത് നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ലാത്ത ഒരാൾ അവരെന്തിനു വേണ്ടിയായി ചെയ്യുന്നത് മനസ്സിലാവണല്ലോ. ഞാൻ പോപ്പുലറായി പോയതിൻ്റെ പ്രശ്നമാണ്. നിങ്ങളുടെ സൈഡ് കേൾക്കാനും ആ ഒരു രീതിയിൽ ആരും ചോദിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ തന്നെ ന്യൂസ് റിലീസ് ചെയ്തല്ലോ. ഇതെല്ലാം മതി ഒരാൾക്ക് ഒരു ആത്മഹത്യ ചെയ്യാൻ. മറ്റുള്ള ഇത് മതി. കാരണം ഒരാളുടെ ഹോൾ ലൈഫാണ് പോകുന്നത്. മാരേജ് അടക്കമാണോ എല്ലാത്തിനും ബാധിക്കില്ല. മീഡിയ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നതാണ്. അവർക്ക് റീച്ച് ഇടാണ്ട് അവരെന്തും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. പല രീതിയിൽ ഇങ്ങനത്തെ ന്യൂസുകൾ വരുമ്പോൾ ഈ മാനസികമായിട്ട് എൻ്റെയും പിറരുടെ പേരാണ് മെയിൻലി ഉപയോഗിച്ചിരിക്കുന്നത്. ഫെയിം എന്നുള്ളൊരു റീസൺ എന്ത് ഫെയിമാണ് മനസ്സിലാവുന്നില്ല. എനിക്ക് ചില കമ്മിറ്റ്മെൻറ്റ്സിനാണ് എന്നെ വേറൊരാളാണെങ്കിൽ എൻ്റെ സിറ്റുവേഷനാണെങ്കിൽ ഒരു ആത്മഹത്യ കളഞ്ഞാണ്. കാരണം പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്ത കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. അതെ ഞാൻ ചോദിച്ചത്, ഇങ്ങനത്തെ ന്യൂസുകൾ വരുമ്പോൾ പലപ്പോഴും കുറെ നെഗറ്റീവ് കമന്റ്സും കുറെ പേരുടെ ക്രിറ്റിസിസം ഒക്കെ. അത് എൻജോയ് ചെയ്യുന്ന കുറെ ഫാൻസുകാരുണ്ടല്ലോ, എൻ്റെ ഇതിൽ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാനസികമായിട്ടും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് എൻ്റെ മദറിനെ നോക്കണം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ഒരാളാണെങ്കിൽ പോലെ തൂങ്ങിയെന്നെ. അതുപോലത്തെ കാര്യങ്ങളല്ല പറയണം. നമ്മൾ അയാളുടെ പേരും കേട്ടിട്ടില്ല, ഒരു ബന്ധമില്ലാത്ത ഒരാൾ. അപ്പം ഇവർക്ക് അനുകൂലിയെ കൊടുക്കുന്ന നിയമം മിസ്യൂസ് ചെയ്യുകയാണ്. പിന്നെ ഈ മീഡിയക്കാർ, മെയിൻ സ്ട്രീം മീഡിയ, ഓൺലൈനല്ല, മെയിൻ സ്ട്രീം മീഡിയക്കാർ ഒരു ഒത്തൻസിറ്റി ഇല്ലാതെയാണ് അവരിട്ടിരിക്കുന്നത്. പല ചാനലിൽ വന്നിട്ടുണ്ടായി. അത് ആരാട്ടനാണ് കുഴപ്പമില്ല. സന്തോഷ് വർക്കിനോട് എൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. പുള്ളി കുറച്ച് അറിയാവുന്ന ആൾക്കാർ എന്ത് വിചാരിച്ചിട്ടുണ്ടോ. ഇനിയിപ്പോൾ മാനസിക കേസ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആര് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു? നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടപ്പെടുന്നു. വിധി എന്ന് പറയാം. ഞാൻ വിധി വിശ്വസിക്കാത്ത ആളാണ്. വിധി എന്ന് പറയാം, അതുവരെയാണ് പെട്ടുപോയി. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് കുഴപ്പമില്ല. ഇത് കേട്ടിട്ട് പോലും ഇല്ല. ഈ ഡിഫമേഷൻ കേസ് കൊടുത്തത് ഏകദേശം സോൾവ് ആണ്. ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ജാമ്യം കഴിഞ്ഞിട്ട് കേസ് കോടതിയിൽ കളയണം. അത് കഴിഞ്ഞിട്ട് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ അടുത്ത ഇത് ആളുകളുടെ ജീവിതം വെച്ച് കളിക്കുന്ന പരിപാടിയാണ്. ശരിയാ, കറക്റ്റാണ്. കാരണം ഇങ്ങനൊരു ഇത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാനസിക പ്രശ്നങ്ങളും എല്ലാം വരുമല്ലോ ഒരാളുടെ ലൈഫിന്. ഇത് മതി ഒരാൾ സൂയിസൈഡ് ചെയ്യാം. സൂയിസൈഡ് ആയത് മതി. എൻ്റെ മദറിനെ ഓർത്തിട്ടാണ് ചെയ്യാത്തത്. അവർക്കിതുകൊണ്ട് ഇങ്ങനെ ഫെയിം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം മനസ്സിലാവണമല്ലോ. എങ്ങനെയോ അറിയാതെ വൈറലായതാണ്. ഫേമസ് പ്ലാൻ ചെയ്ത് വൈറലായെന്നല്ല. ഇത് കല്യാണിക്കാനും പ്ലാൻ ഇല്ലാത്തോട്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ കല്യാണം നടക്കില്ല. ഇത് സംഭവം മതി. ഈ ഫെയിം എന്ന റീസൺ കൊണ്ട് ഇതിപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ നടക്കില്ല. ഇത് ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്ന എൻ്റെ ഫോട്ടോ എൻ്റെ പേരൊക്കെ ആയിട്ടിരിക്കണം, പെരേരെ കാട്ടും. അതാ ഞാൻ പറഞ്ഞ, ഈ ഫെയിം എന്നുള്ള റീസൺ കൊണ്ട് ഇപ്പൊ അതൊരു പ്രശ്നമായി തുടങ്ങി. ഇനി എന്തൊക്കെ കയറി വരുന്ന ആൾക്കാർ. ഇപ്പൊ നിവിൻ പോളി എത്ര പേരുടെ പേരാ വന്നത്. നിവിൻ പോളിയിൽ എന്ത് ചെയ്തിട്ടാണ്? എന്നാൽ വേറെ ആൾക്കാരുടെ പേരൊന്നും വരുന്നുമില്ല. ഇപ്പോൾ ഈ നമ്മുടെ പോലീസിലെല്ലാം എല്ലാ നിയമം എല്ലാം കറപ്റ്റാണ്. ഇപ്പോൾ ചെയ്താൻ എന്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്? ചെയ്താൻ എന്തിട്ടാണ്? കലാപം ഉണ്ടാകും. എന്ത് കലാപം ചെയ്താൻ ഉണ്ടാക്കിയത്?
പണമുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അവർക്ക് എന്തും ചെയ്യാം. പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നു. മിസ്യൂസ് നടക്കുന്നു, യാതൊരു സംശയമില്ല. ഇതിപ്പോൾ ഈ നിയമമല്ല, സ്ത്രീകളുടെ നിയമം നോർത്ത് ഇന്ത്യയിലാണ് ആവശ്യം. അവിടെ ഈ വില്ലേജിലൊന്നും വിദ്യാഭ്യാസം അതുകൊണ്ട് ഭയങ്കര ഒരു മൃഗങ്ങളെ പോലെയാണ്. അവിടെയാണ് ഇത് ആവശ്യം. ഇവിടെ അത് മിസ്യൂസ് ചെയ്യാണ് മുഴുവൻ കേസല്ല മിക്കതും. ഫർദർ ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോൾ കോർട്ടിൽ നിൽക്കുകയാണ് അത്. അപ്പോൾ എല്ലാം സോൾവ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു.